താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഇഷ്ടപ്പെട്ടത്, ഇഷ്ടമുള്ളത് എന്തൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ എത്ര വലിയ വലിയ കാര്യങ്ങളായിരുന്നാലും മറ്റുള്ളവർക്ക് പറയുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനും തക്കവണ്ണമുള്ള വലിപ്പമുള്ളതായിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ളത് അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അതൊരു സന്തോഷമാണ്, അല്ലേ? കാരണം ഇഷ്ടമുള്ളത് സമം തൃപ്തി തരുന്നത് എന്നാണ്. ഇഷ്ടമുള്ളത്, നമുക്കിഷ്ടമുള്ളത് ചെറിയ കാര്യമാണെങ്കിലും അത് തൃപ്തി തരുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ലോകം പറയുന്നതോ, ജോലി കൊള്ളാം, അവനൊരു ജോലിയുണ്ട്, നമുക്കും പറയാൻ പറ്റും ജോലിയുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ടോ? ജോലി കൊണ്ട് സഹോദര സഹോദരി, നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ടോ? അർത്ഥം നീ ഇഷ്ടപ്പെട്ട ജോലി അല്ല കിട്ടിയത്, അല്ലേ? ഇഷ്ടപ്പെടാത്തത് കിട്ടി, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നത് പോലെ നടിച്ച് മുൻപോട്ട് പോകുന്നു. ഒരു ജോലി ഉള്ളതുകൊണ്ട് മറ്റുള്ളവരോട് ജോലിക്കാരനെന്ന് പറയാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവനെന്ന നിന്നയും നിരാശയും അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ള കുടുംബജീവിതം അതാണോ ലഭിച്ചേ? നീ ഇഷ്ടപ്പെട്ടതുപോലൊരു ഭർത്താവ്, നീ ഇഷ്ടപ്പെട്ടതുപോലൊരു ഭാര്യ, എങ്കിൽ ഈ കണ്ണുനീരിന് സാധ്യതയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടതുപോലൊരു ഭാര്യ ലഭിച്ചില്ല, ഭർത്താവ് ലഭിച്ചില്ല, ഇഷ്ടപ്പെട്ടതുപോലെ മക്കളുടെ ജീവിതം അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നില്ല, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നില്ല, അവരിഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല, നിങ്ങൾ അവരുടെ ഭാവിക്ക് നല്ലതായി മാറും എന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ആ കോഴ്സിന് അവരെ ചേർക്കുവാൻ കഴിഞ്ഞില്ല. കാരണം പലതായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തികമില്ലായിരുന്നു, അല്ലെങ്കിൽ മക്കളുടെ മാർക്ക് കുറവായിരുന്നു, എന്തോ. ഇനി ഇഷ്ടപ്പെട്ട് ചേർത്തെടുത്ത് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റുന്നുണ്ടോ? ഇല്ല. അവിടെയും പ്രശ്നമാണ്. ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നില്ല. അതൊരു വേദനയാണ്, അല്ലേ? സൗഖ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നു പോകാനുള്ളതാണ്, അല്ലേ? നീ ആയിരിക്കുന്ന ആ രോഗം കഴിഞ്ഞ തവണ ആശുപത്രി കയറിയപ്പോൾ തന്നെ ചിന്തിച്ചു പോയതാ, ഇതോടെ തീരും. പക്ഷെ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നു എന്ന് വെച്ച് നിന്റെ പ്രതീക്ഷ പോലൊരു സൗഖ്യം, നീ ഇഷ്ടപ്പെട്ട സൗഖ്യം, പഴയതുപോലെ ജോലി ചെയ്യാൻ പറ്റുന്ന, വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കുവാൻ പറ്റുന്ന സഹോദരി, ആ സൗഖ്യം ഉണ്ടോ? പഴയ ബലമുണ്ടോ ശരീരത്തിന്? ഇല്ല. എന്നാൽ സൗഖ്യമായെന്ന് ചോദിച്ചാൽ സൗഖ്യമായി, എങ്കിലും എന്തോ ഇഷ്ടപ്പെട്ടതുപോലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഒരു തൃപ്തിയില്ല. മീൻസ് നീ ഇഷ്ടപ്പെടുന്നത് പോലൊരു ആത്മീയ ജീവിതം, നീ ഇഷ്ടപ്പെടുന്നത് പോലൊരു പ്രാർത്ഥനാ ജീവിതം, അല്ലേ? ശുശ്രൂഷ ഉണ്ടോ? ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, പലയിടത്തും പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്, സൂവിൽ പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു തൃപ്തിയില്ലായ്മ. മീൻസ് ഇഷ്ടപ്പെടുന്നത് പോലെ ഉള്ളത് ഇല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടത് കിട്ടാതെ കിട്ടിയതിന് ഇഷ്ടപ്പെട്ട് ഇതുവരെ ആയിരുന്ന ചിലർ അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാതെ എനിക്കിനി വയ്യ, എനിക്കിനി പറ്റത്തില്ല, ഇങ്ങനെ ഈ ജോലി ചെയ്യുവാൻ എനിക്കിനി പറ്റത്തില്ല, ഇങ്ങനെ ഈ കുടുംബത്തിനകത്ത് തുടരുവാൻ എനിക്കിനി പറ്റത്തില്ല, ഇങ്ങനെ എൻ്റെ മക്കൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ ഇഷ്ടപ്പെടാത്തത് മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതം, ഇത് കണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വയ്യ, അല്ലേ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാതെ, ഇത് പോരാ, ഇങ്ങനെ എന്നും വേദന നിന്ന് എനിക്ക് ജീവിക്കുവാൻ വയ്യ, അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാതെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ പോവുക. എത്ര പേർ ഒരു ആമേൻ പറയും? ആമേൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം മാറുന്ന, നിങ്ങൾക്ക് തൃപ്തി നൽകുന്ന, സന്തോഷത്തോടെ സ്വയം സന്തോഷം അനുഭവിച്ച് മറ്റുള്ളവരോട് സന്തോഷം പങ്കുവയ്ക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ യേശു തരുവാൻ പോകുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് യേശു തരുവാൻ പോകുക. അതേ സഹോദര, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഇഷ്ടപ്പെടുന്ന ജോലി, ഇത്ര നാളുള്ള കാത്തിരിപ്പ്, നിന്റെ ചോദ്യം അതാണ്, ഞാൻ ഇത്ര നാൾ എന്തിന് കാത്തിരിക്കേണ്ടി വന്നു? ഇത്ര നാൾ എന്തിന് ജോലിയില്ലാതെ ഞാനായിരുന്നു? ഇത്ര നാൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് എന്തുകൊണ്ട് ശമ്പളം കിട്ടിയില്ല? കൃത്യമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല? ഞാനിവിടെ ഒരു പ്രശ്നത്തിനകത്തായി
ആ പ്രശ്നത്തിലൂടെ പോകേണ്ടി വന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ കർത്താവ് തരിക. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഇഷ്ടപ്പെട്ട ജോലി, യെസ്, യേശുവിൻ നാമത്തിൽ നീ ഇഷ്ടപ്പെട്ട ജോലി എൻ്റെ കർത്താവ് തരിക. നീ ഇഷ്ടപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളെ കർത്താവ് തരിക. നീ ഇഷ്ടപ്പെട്ട ആ സ്ഥാനത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ പ്രൊമോട്ട് ചെയ്യുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സംഭവിക്കുവാൻ പോകുക. സഹോദരി, നീ ഇഷ്ടപ്പെട്ടതുപോലൊരു ഭർത്താവ് നിനക്ക് കിട്ടിയില്ല, സങ്കടമാണ്. പക്ഷേ എൻ്റെ കർത്താവ് പറയുക, നീ ഇഷ്ടപ്പെട്ടതുപോലൊരു ഭർത്താവാക്കി ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇഷ്ടമാണെന്ന് പറയുന്ന എന്നാൽ ഉള്ളുകൊണ്ട് അംഗീകരിക്കുവാൻ കഴിയാത്തതിൻ്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മാറ്റുക. ഓ താങ്ക് ഗോഡ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ഇഷ്ടപ്പെട്ടതുപോലെ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മാറ്റി. നീ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബജീവിതം, കഷ്ടപ്പെട്ട് ഇഷ്ടം നടിക്കുന്ന ഒരു കുടുംബജീവിതമല്ല, ഇഷ്ടപ്പെട്ട് ഇഷ്ടം അനുഭവിക്കുന്ന, തൃപ്തി അനുഭവിക്കുന്ന ഒരു കുടുംബജീവിതം എൻ്റെ കർത്താവ് നിനക്ക് തരിക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിനെ നിനക്കൊപ്പം ചേർത്ത് നിർത്തി നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ ഇഷ്ടപ്പെടുന്നത് പോലെ അവനെ മാറ്റി നിനക്കൊപ്പം ചേർത്ത് നിർത്തി. സഹോദര, നീ ഇഷ്ടപ്പെടുന്നത് പോലെ നിന്റെ ഭാര്യയെ മാറ്റി നിനക്കൊപ്പം ചേർത്ത് നിർത്തി നീ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ട കുടുംബത്തെക്കുറിച്ച് പറയുമാർ എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുക. അതെ, നീ ഇഷ്ടപ്പെട്ട കുടുംബജീവിതം, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അവൻ പലർക്കും അത് ദഹിക്കുവാൻ പാടാ. ദേവദാസനെ, ഇതൊക്കെ സംഭവിക്കുമോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ആഗ്രഹം പോലെ, അയ്യോ കുറേയൊക്കെ ഓക്കെയാ, ശരിയാ, ഇത് ദേവദാസൻ പറയുന്നല്ലോ, അല്ലെങ്കിൽ ദൈവം അതിന് മതിയാവനാണല്ലോ, എങ്കിലും പെട്ടെന്നൊരു പേടി, അയ്യോ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ, അല്ലേ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ? ഇങ്ങനെ വല്ലാത്ത കൺഫ്യൂഷനിൽ എന്നെ വിളിച്ചൊരു സഹോദരിയുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ഇതേ TV ചാനലിൽ മെസ്സേജ് കണ്ടിട്ട് ഒരു മുസ്ലിം സഹോദരിയാണ്. ആ സഹോദരി വിളിച്ചിട്ട് അവർക്കൊത്തിരി ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അവരെന്നോട് പറയുകയാണ്, സഹോദര, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, നല്ലത്, യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാകും, യേശുവിനെ ആർക്കാണ് ഇഷ്ടമില്ലാത്ത? ആ സഹോദരി പറഞ്ഞു, ഇഷ്ടം മാത്രമല്ല, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ഈശാ നബിയാണ് നിങ്ങളുടെ യേശു. അപ്പോൾ എനിക്കൊരല്പം സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ യേശു നിങ്ങളുടെ ഈശാ നബിയൊന്നും അല്ല, എൻ്റെ യേശു എൻ്റെ യേശുവാ. ആമേൻ. ആ സഹോദരിക്ക് സങ്കടമായി. ആ സഹോദരി പറഞ്ഞു, അങ്ങനെയല്ല സഹോദരൻ, അങ്ങനെയല്ല, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ കുഞ്ഞുനാളിൽ പഠിക്കുന്നതാ, ഈശാ നബിയെ നിങ്ങളുടെ യേശുവാ. ഞാൻ പറഞ്ഞു, അല്ലെന്നേ, നിങ്ങളുടെ ഈശാ നബി ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ക്രൂശിൽ കയറിയിട്ട് കണ്ണടച്ച് കിടന്നിട്ട് ഇറങ്ങി ഓടിയ ആളാണ്. ഞങ്ങളുടെ യേശു അങ്ങനെയല്ല. അവനൊരു കാര്യം തീരുമാനിച്ച് വന്നിട്ട് അത് പകുതി വഴിയിലാക്കി ഓടിക്കളഞ്ഞവനല്ല, അതിന് പൂർത്തീകരണം വരുത്തിയവനാ. അവനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവൻ ഞങ്ങളെ പകുതി വഴിയിലിട്ട് ഓടിപ്പോകത്തില്ല. അപ്പോൾ ആ സഹോദരിക്ക് എന്തോ, അവൻ, ഞാൻ പറയട്ടെ, കർത്താവ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനമെടുത്ത് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അതിനൊരു പൂർത്തീകരണം വരുത്തി. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവൻ പൂർത്തീകരണം വരുത്തും. എന്താ, യേശുവാണോ ഈ വാക്ക് പറഞ്ഞതെന്ന്? അതെ, യേശു തന്നെ, അത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ആ സഹോദരിയോട് പിന്നെ തർക്കിക്കുവാൻ നിന്നില്ല. ആ സഹോദരി പറഞ്ഞു, സഹോദര, എനിക്ക് വേണ്ടി നിങ്ങൾ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. എൻ്റെ വീട്ടിനകത്ത് സമാധാനമില്ല, ഒരു വല്ലാത്ത അവസ്ഥയാണ്. എനിക്കറിയത്തില്ല സഹോദര, എന്താണ് എൻ്റെ വീട്ടിനകത്ത് സംഭവിക്കുന്നതെന്ന്. ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് കേൾക്കത്തില്ല. ചെവി പോയതുകൊണ്ടല്ല കേട്ടോ, കേൾക്കത്തില്ല സഹോദരി, അതല്ലേ ഈ വീട്ടിനകത്തുള്ള പ്രശ്നം. നീ പറയുന്നത് നിൻ്റെ ഭർത്താവ് കേൾക്കത്തില്ല, നിനക്കൊരു സ്പേസ് ഇല്ല. പല ഭർത്താക്കന്മാരും ഭാര്യമാരും റേഡിയോകളായി മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് മാത്രമേ പറയത്തുള്ളൂ, അങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അത് കഷ്ടമാണ് അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു മൊബൈലെങ്കിലും ആവണം. ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും വേണം. അപ്പോൾ സഹോദരിയുടെ പരാതി ഇതാണ്. അതുകൊണ്ട് തന്നെ സമാധാനമില്ല. കുറേ നേരം താൻ പറയുവാൻ ശ്രമിക്കും, ഭർത്താവ് കേൾക്കത്തില്ല. പിന്നെ തനിക്ക് കേൾപ്പിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, താനും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീട്ടിനകത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടുപേരും കേൾക്കാൻ തയ്യാറാകാതെ ഒരുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ വഴക്കായി, പിന്നെ അടിയായി, ഇടിയായി, വല്ലാത്ത അവസ്ഥ. ഞാൻ പറയൂ, തീർച്ചയായും പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെയും ആ സഹോദരിക്ക് സംശയം, സഹോദര, യേശു അപ്പം കേൾക്കുമോ? നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി യേശു പ്രവർത്തിക്കും, പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി അതാ പുള്ളിക്കാരിക്ക് അറിയാം. മന്നാ TV സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ
യേശു പ്രവർത്തിക്കും, പക്ഷേ എനിക്ക് വേണ്ടി, എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി. അതാണ് സംശയത്തിന് അടിസ്ഥാനം. ഒരു മുസ്ലിം ആയിരിക്കുന്ന എനിക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുമോ? ഞാൻ കേട്ട യേശു അങ്ങനെ ആണല്ലോ, അവരുടെ സംശയമാണ്. അപ്പം ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾ കേട്ട യേശു പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ സർവശക്തനായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ മുസ്ലിം സഹോദരങ്ങളായിരിക്കാം, ഹൈന്ദവരായിരിക്കാം, നാമധേയ ക്രിസ്ത്യാനികളായിരിക്കാം, വിശ്വാസികളായിരിക്കാം, വേർപെട്ടവരായിരിക്കാം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരായിരുന്നാലും നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ബൈബിളിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ കർത്താവ് ലാസറിന്റെ കല്ലറവാതിൽക്കൽ നിന്ന് ധൈര്യത്തോടെ ഫുൾ കോൺഫിഡൻസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മാർത്തേ, മറിയേ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ സഹോദരി സന്തോഷത്തോടെ ആ വാക്കുകൾ സ്വീകരിച്ചു. അവർ പറഞ്ഞു, സഹോദര, ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയരെ, ഇന്ന് യേശു നൽകിയ ആ സന്തോഷം അതനുഭവിച്ച് ആ സന്തോഷത്തെക്കുറിച്ച് മടികൂടാതെ പറയുന്നവളായി ദേശത്തിൽ യേശുവിൻ്റെ സാക്ഷിയായി ആ സഹോദരി ആയിരിക്കുന്നു. കേൾക്കണമേ, നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ, മീൻസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ യേശു മതിയാവന. ആ സഹോദരിക്ക് അവളുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, അതേ സമാധാനം നൽകിയ കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട്. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ പ്രതീക്ഷിക്കുന്ന സമാധാനവുമായി അവൻ വാതിലുകൾ അടച്ചിരിക്കേ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരിക. അതേ മുറി അടച്ച് ഭയന്നായിരുന്ന ശിഷ്യന്മാർ വാതിലുകൾ അടച്ചിരിക്കേ മുറിക്കകത്ത് കടന്ന് നിങ്ങൾക്ക് സമാധാനമെന്നറിയ കർത്താവ് നിങ്ങൾ അടച്ചുറപ്പിച്ചിരിക്കുന്ന വാതിലുകൾ അങ്ങനെ ഇരിക്കെ തന്നെ അകത്ത് കടന്ന് നിങ്ങൾക്ക് സമാധാനം നൽകിയ അതേ ആ മുറിക്കകത്ത് നിങ്ങൾക്ക് സമാധാനമായി എൻ്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സമാധാനം, അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. മാതാവേ, പിതാവേ, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ത് ഇഷ്ടപ്പെട്ടാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചത്, അതേ ആ കഷ്ടപ്പാടിന് അറുതിയായി നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. ഓ സ്തോത്രം! അനുഗ്രഹിക്കപ്പെട്ട ജോലിയായി, ആ നല്ല റിസൾട്ടായി, ആ അഡ്മിഷനായി, നല്ല ഭാവിയായി, യെസ്, യേശുവിൻ നാമത്തിൽ നീ ഇഷ്ടപ്പെടുന്ന നല്ല ഭാവി എൻ്റെ കർത്താവ് നിന്റെ തലമുറയ്ക്ക് നൽകി അവരെ മാനിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ ഇഷ്ടപ്പെട്ടത് നിന്റെ മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. അതെ, നീ ഇഷ്ടപ്പെടുന്നത് ഡോക്ടർ പറയുന്നതോ നാട്ടുകാർ പറയുന്നതോ ഇങ്ങനെ ജീവിച്ച് കുറേ പോകാം അല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സൗഖ്യം, അതേ ഇനിയും ആരോഗ്യത്തോടെ സഹോദര നീ ജോലിക്ക് പോകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, നീ ജോലി ചെയ്ത് ജീവിക്കും, നിന്റെ ശരീരം കൊണ്ട് ജോലി ചെയ്ത് നീ ജീവിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദരി, സൗഖ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം, അങ്ങനെയല്ല, ഉണ്ട്, ഞാൻ സൗഖ്യമായിരിക്കുന്നു, ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നീ ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള സൗഖ്യം എൻ്റെ കർത്താവ് നിനക്ക് തരിക. ഓ താങ്ക് ഗോഡ്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ, ആമേൻ, ആമേൻ. നീ ഇഷ്ടപ്പെടുന്നത് ആ ബിസിനസ്സിൽ, ആ തുടങ്ങിയ സ്ഥാപനത്തിൽ നീ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കർത്താവ് തരിക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലയിൽ അതിനൊരു ഉയർച്ച, അതിനൊരു ഗ്രോത്ത്. അതേ ആ സ്ഥാപനം തന്നെ, ആ സ്ഥാപനം കൊണ്ട് നീ മുടിഞ്ഞു പോകും, കടം കയറി മുടിയും, നീ നശിക്കും. ഇന്നത്തെ അവസ്ഥ കണ്ട് മറ്റുള്ളവർ പറഞ്ഞതാണ്, നീയും പറയുന്നുണ്ട്, അയ്യോ തീരും, കടം കയറി മുടിയും. അങ്ങനെ കടക്കാരനായി, കടക്കാരിയായി കഷ്ടപ്പെട്ട് ജീവിക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ എൻ്റെ കർത്താവിൻ്റെ അടുക്കലായതുകൊണ്ട് നിന്റെ കഷ്ടപ്പാടിന് അറുതി വരുന്ന ഇഷ്ടപ്പെട്ടത് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ തരും. ഓ താങ്ക് ഗോഡ്, നിന്റെ കഷ്ടപ്പാടിന് അറുതി വരുന്ന
നീ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തരിക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് പണിയുക. പ്രാർത്ഥനാ ജീവിതത്തെ കൊതിയാ, എനിക്ക് ഒത്തിരി നേരം ആരാധിക്കണം, എനിക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കണം എൻ്റെ വീട്ടിനകത്ത് തന്നെ. പക്ഷേ പലർക്കും അതിനുള്ള സ്വാതന്ത്ര്യമില്ല. വീട്ടിനകത്ത് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ പോകുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം, സ്തോത്രം, യേശുവിനെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി സ്ഥലത്ത്, ആ റൂമിനകത്ത് തന്നെ നീ കർത്താവിനെ സ്തുതിക്കും, നീ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇന്നത്തെ അവസ്ഥ അറിയാമല്ലോ, അത് മാറുക. ഇന്ന് കഷ്ടപ്പെട്ട ഒളിച്ച് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇരുന്ന ഹെഡ്ഫോണൊക്കെ വെച്ച് അത് മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ശുശ്രൂഷക നീ ഇഷ്ടപ്പെടുന്നത് കിട്ടുന്നത് കൊണ്ട് കഷ്ടപ്പെട്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റിന് അറുതി ഉണ്ടാവുക, അഡ്ജസ്റ്റ്മെൻറ്റ് മാറിപ്പോവുക. സഹോദരി, നിന്റെ വീട്ടിനകത്ത് നിനക്ക് സ്പേസ് ഉണ്ട്, അടുക്കള എന്ന സ്പേസ് അതെങ്കിലും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഭർത്താവിനോടൊന്നും പറയാൻ കഴിയുന്നില്ല. ആ സഹോദരിയെ പോലെ സ്പേസ് ഇല്ല. ആ സ്പേസ് ഉണ്ടാകുവാൻ പോകുക. നീ പറയുന്നത് ക്ഷമയോടെ നിൻ്റെ ഭർത്താവ് കേൾക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതാ നിൻ്റെ വീട്ടിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നീ പറയുന്നത് നിൻ്റെ ഭർത്താവ് കേൾക്കുന്നില്ല, അവൻ ക്ഷമയോടെ കേൾക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ഒരുപക്ഷെ പിന്നെയും നിങ്ങൾ ചോദിക്കും, ദേവദാസനെ വചനം കണ്ടില്ലല്ലോ, വചനമുണ്ടെന്നേ. ആ വചനവും തന്നിട്ട് ആ കർത്താവിനോട് പറഞ്ഞ നീ വിശ്വാസത്തോടെ അവരോട് പറയേ, വിശ്വസിക്കുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ടത് പ്രാപിക്കും. ഞാൻ ചോദിച്ചു, കർത്താവേ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുവാൻ അങ്ങേക്ക് ഇഷ്ടമാണല്ലോ, അനിഷ്ടമൊന്നുമില്ലല്ലോ. കർത്താവ് പറഞ്ഞു, എടാ കുഞ്ഞേ, എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ മക്കൾ ഇഷ്ടപ്പെടുന്നത് അവർക്കുണ്ടാകുവാൻ എന്ത് ചെയ്യുവാൻ ഞാൻ ഒരുക്കമാ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ അതൃപ്തി ഉണ്ടാകുവാൻ യേശുവിൻ്റെ അടുക്കൽ വന്നവരൊക്കെ അതൃപ്തി അനുഭവിച്ചവരാണ്. വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നു. 4 സുവിശേഷങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഒരു സഹോദരി യേശുവിൽ നിന്ന് കേൾക്കുകയാണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. 21 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കഷ്ടപ്പെട്ട ഒരു സഹോദരി, തൻ്റെ മകളെ ബാധിച്ചിരുന്ന ഭൂതമുഖാന്തരം കഷ്ടത അനുഭവിച്ച ഒരു സഹോദരി. മകളും കഷ്ടത അനുഭവിക്കുന്നു, അത് മുഖാന്തരം താനും കഷ്ടത അനുഭവിക്കുന്നു. മക്കൾ ബാധിക്കപ്പെട്ട അവസ്ഥയിലായാൽ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കും. അവിധത്തിൽ കഷ്ടത്തിലായിപ്പോയ പല മാതാപിതാക്കളും എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടതയ്ക്ക് അറുതി വരുത്തി കർത്താവ് നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പോകുക. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, അത് നിങ്ങളുടെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ നിങ്ങളുടെ വർണ്ണവർഗ അത് അങ്ങനെ അല്ല. ആമേൻ. ബൈബിളാണ് അത് പറയുന്നത്, അങ്ങനെയല്ല. നോക്കൂ, ആ സഹോദരിക്ക് ഇഷ്ടപ്പെട്ടത്, ആ സഹോദരി ഇഷ്ടപ്പെട്ടത് യേശുവിൽ നിന്ന് ലഭിക്കുവാൻ എന്ത് പ്രത്യേകതയാണ് ആ സഹോദരിക്കുണ്ടായിരുന്നത്? ഈ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു തന്നെ തനിക്കൊപ്പമായിരുന്ന യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന അവരുടെ കാത്തിരിപ്പ് വാഗ്ദത്ത മശിഹായ്ക്കാണ്. മശിഹ വരും, തങ്ങളെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കും. അങ്ങനെ ഇത് മശിഹയാണോ എന്നറിയാൻ വേണ്ടി കൂടെ നടക്കുന്നവരാണ് പ്രസ്തുത കൂട്ടം. അവർക്കൊന്ന് സന്തോഷം വന്നോട്ടെ എന്ന് ചിന്തിച്ച്, ഇവർ ചിന്തിക്കുന്നത് പോലെയാണോ ലോകം മനസ്സിലാക്കുന്നത് എന്നൊന്നറിയാം എന്ന് കരുതി യേശു പറയുകയാണ്, ഞാൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് വന്നത്, എന്നെ അതിനാണ് അയച്ചിട്ടുള്ളത്, നിങ്ങളുടെ അടുക്കലേക്കല്ല. പോയി. ശരിയാ, അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. പ്രത്യേകിച്ച് അത് നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൻ്റെ ദൈവം പോലുമല്ല. അവൻ കത്തോലിക്കക്കാരുടെ ദൈവമല്ല, മർത്തോമക്കാരുടെ ദൈവമല്ല, ഓർത്തഡോക്സുകാരുടെ ദൈവമല്ല, യാക്കോബക്കാരുടെ ദൈവമല്ല, അവൻ പെന്തക്കോസുകാരുടെ ദൈവം മാത്രമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. ആ വലിയ വിഭാഗം ബോധമില്ലാത്തവരുടെ വലിയ വിഭാഗമാണ് കേട്ടോ, അവരിൽ വലിയ വിഭാഗമാണ്. അപ്പോൾ ആ സഹോദരി കേൾക്കുകയാണ് യഹൂദന്മാരുടെ ഈ ചിന്ത യേശുവിലൂടെ തന്നെ.
പക്ഷേ ആ സഹോദരി എന്താ ചെയ്യുന്നേ? ആ സഹോദരിക്ക് അതങ്ങോട്ട് ദഹിക്കുന്നില്ല. ആ സഹോദരി പറയാണ്, നീ പറയുന്നതൊക്കെ ശരിയാ, അത് നീ യഹൂദന്മാരുടെ ദൈവമാണെങ്കിൽ ഓക്കെ, പക്ഷേ നീ യഹൂദന്മാരുടെ ദൈവമല്ലല്ലോ, നീ എൻ്റെയും ദൈവമല്ലേ. യഹൂദന്മാർക്കാണ് ഞാൻ കനാന്യ സ്ത്രീ, അങ്ങനെ യഹൂദനൊരു ദൈവമുണ്ടെങ്കിൽ അവന് ഞാൻ കനാന്യ സ്ത്രീ ആയിരിക്കാം, എന്നാൽ നീ യഹൂദൻ്റെ ദൈവമല്ല, നീ എൻ്റെയും ദൈവമാണ്, നീ സകലത്തിൻ്റെയും ഉടയവനാണ്, നീ സകലത്തെയും സൃഷ്ടിച്ചവനാണ്, അപ്പോൾ നിനക്കെന്നെ മാറ്റി നിർത്തുവാൻ കഴിയത്തേയില്ല. അയ്യോ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഞാൻ പിന്നെയും പറയാം, നിങ്ങൾ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, നാമധേയ ക്രൈസ്തവനാണോ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളുടെയൊക്കെ ഉടയവൻ സർവശക്തനായ ദൈവം, അവന് നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സ്തുതിക്കുവാനുള്ളതാണ്. അവന് നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല, അവന് നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. നോക്കൂ, 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നവരെ അവരുടെ അവസ്ഥയൊന്ന് നോക്കൂ. ജാതി, മതം, അതുമാത്രമല്ലായിരുന്നു വിഷയം. ഇന്ന് ലോകം തരംതിരിക്കുന്ന ആ തരംതിരിവിനൊത്തവണ്ണം അവർ പാപികളായിരുന്നു, അവർ കൊള്ളരുതാത്തവരായിരുന്നു, അവർ മോശം കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. വ്യഭിചാരം, പാപം, അതിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നു. യേശു ക്രിസ്തു അയ്യേ പോ എന്ന് പറഞ്ഞ് ഓട്ടിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവൾക്ക് തൃപ്തി വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ചു. ശ്രദ്ധിച്ചേ, അവൾക്ക് തൃപ്തി ഉണ്ടാക്കുന്നത് എന്താണ്? രക്ഷ. കാരണം യഹൂദന്മാരുടെ കയ്യിലുള്ള കല്ല് അവളുടെ മേൽ വീഴും, അവൾ ചോര വാർന്ന് വഴിയരികിൽ മരിക്കും, ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാവിധി നിവർത്തിയാകും. അവിടെ നിന്ന് ഒരു രക്ഷ, ആ കല്ലുകളുടെ അതിൽ നിന്നൊരു രക്ഷ, ചോര വാർന്നുള്ള മരണത്തിൽ നിന്നുള്ള രക്ഷ, അതിൽ കുറഞ്ഞതൊന്നും അവളെ തൃപ്തിപ്പെടുത്തത്തില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് അതാണ്. യേശു അവൾക്ക് ഇഷ്ടമുള്ളത് നൽകി. യഹൂദന്മാരുടെ കയ്യിലിരുന്ന കല്ലുകൾ ഓരോന്നോരോന്നായി താഴെ വീണു. അവർ തലകുനിച്ചു മടങ്ങി. അവൾ അഭിമാനത്തോടെ തല നിവർത്തി മടങ്ങി. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില കല്ലുകൾ എറിയപ്പെടുവാൻ ഓങ്ങിയിരിക്കുന്ന ചില കൈകളിൽ നിന്ന് താഴെ വീഴുക. ഓ ആമേൻ. ഒരു ശമരിയ സ്ത്രീ, സ്തോത്രം, യഹൂദനുമായിട്ട് ചേരത്തില്ല. യഹൂദൻ ശമര്യരുടെ രാജ്യത്തുകൂടെ പോലും കടന്നു പോകത്തില്ല. അങ്ങനെയുള്ളൊരു ശമരിയ സ്ത്രീ, അവളുമായിട്ട് കർത്താവ് സംസാരിച്ച് അവൾക്ക് മാനസാന്തരം വരുത്തി. ആമേൻ. ഓ സ്തോത്രം. കർത്താവ് സംസാരിക്കുക. രോഗം, പക്ഷാഘാതത്തിന് കാരണമായി പക്ഷാഘാത രോഗിയായവൻ, അയ്യോ പാപി, പറ്റത്തില്ല, ഇല്ല. യേശു അവൻ്റെ പാപത്തെ മോചിപ്പിച്ച് അവനെ സൗഖ്യമാക്കി അയച്ചു. ചുങ്കക്കാരൻ, എനിക്കൊന്ന് യേശുവിനെ കണ്ടാ മതി. യേശു എന്നെ കാണുന്നു വേണ്ട, യേശു കണ്ടു. എത്ര വലിയ സന്തോഷമാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. എൻ്റെ യേശു ആരാന്ന്. അവൻ്റെ ഭവനത്തിൽ പാർത്തു, അവൻ മാറി. ആമേൻ. പ്രിയരെ, നിങ്ങളുടെ മതമോ ജാതിയോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് കരുതുന്ന പാപക്കറകളോ യേശുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയത്തില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ യേശുവിനോട് ചേർത്ത് നിർത്തുകയും, അപ്പോൾ പലർക്കും സംശയമായി പാപം ചെയ്യുന്നവർ യേശുവിൻ്റെ അടുത്ത് പോകുന്നു. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയുക, പാപം അത് ഇരുട്ടാണ്. ബൈബിൾ പറയുന്നു യേശു വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചം. ഏതെങ്കിലും ഇരുട്ടിന് വെളിച്ചത്തെ കീഴടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അടച്ചു മൂടിയിട്ടിരിക്കുന്ന നിങ്ങളുടെ മുറിക്കകത്ത് ഒരു തീപ്പട്ടിക്കുള്ളിയൊന്ന് ഉരച്ചേ, ഇരുട്ട് മാറിപ്പോകും. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം, യേശുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ പാപത്തിന് നിൽക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് വാ, നിങ്ങളുടെ ഇഷ്ടം യേശുവിലൂടെ നിവർത്തിക്കപ്പെടും. അതെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരിക, നിങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി ഉണ്ടാകുവാൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് എൻ്റെ യേശു നിങ്ങളുടെ കഷ്ടപ്പാടിന്, സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കഷ്ടപ്പാടിന് എൻ്റെ യേശു അപ്പൻ അറുതി വരുത്തുക. ആ സ്ത്രീ ഒപ്പം കൂടിയവരെ നോക്കുന്നില്ല, ന്യായപ്രമാണം പരതുന്നില്ല. യേശു എൻ്റെ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, ഞാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്തു തരുവാൻ
എനിക്ക് തൃപ്തി വരുത്തുന്നത് ചെയ്തു തരുവാൻ മതിയായവൻ ആ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നു. റെഡിയാണോ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ? വിശ്വാസത്തോടെ ഒരു നിമിഷം യേശുവേ, ആരും മൗനമായിരിക്കരുത്, പ്രാർത്ഥിക്കുക. നിങ്ങളിരിക്കുന്ന ഹാളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, യാത്രയിലാണെങ്കിൽ യാത്രയിൽ ഒരു നിമിഷം യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. ഇനി അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ജീവിക്കുവാൻ വയ്യ. തൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ നൽകണമേ. പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം, നിങ്ങളുടെ അവസ്ഥ ഒന്നും നോക്കരുത്. യേശുവിൻ്റെ അടുക്കൽ അതിനൊന്നും പ്രസക്തിയില്ല. സ്തോത്രം. യേശു നിങ്ങളുടെ അടുക്കൽ വരിക. ചില കഷ്ടപ്പാടിന് ഇപ്പോൾ യേശു അറുതി വരുത്തുക. തൊഴിലില്ലായ്മ എന്ന കഷ്ടപ്പാടിന് പ്രാർത്ഥിക്കുക സഹോദര, പ്രാർത്ഥിക്കുക സഹോദരി. ചില മാസങ്ങളായി ജോലിയില്ലാതെ നീ മുറിക്കകത്തിരിക്കുക. ചില മാസങ്ങളായി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് മടുത്ത് നീ ഭവനത്തിനകത്തായിരിക്കുക. യേശു നിൻ്റെ ആ കഷ്ടതയ്ക്ക്, ഓഫീസുകൾ കയറി ഇറങ്ങി ജോലി കണ്ടെത്തുവാനുള്ള കഷ്ടതയ്ക്ക് അറുതി വരുത്തുക. പലരെയും വിളിച്ചു നല്ലൊരു ജോലിക്കായി, ആരിൽ നിന്നും നല്ലൊരു പ്രതികരണമില്ല. യേശു നിന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നിനക്ക് തൃപ്തി ഉണ്ടാകുവാൻ പോകുക. നിനക്ക് തൃപ്തി വരും വിധത്തിൽ യേശു തരിക. യെസ്, അനുഗ്രഹിക്കപ്പെട്ട ജോലി. പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി അനുഗ്രഹമായി മാറുക. ആ ജോലിയിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി പ്രാർത്ഥിക്കുക. നീ ഇഷ്ടപ്പെടുന്നത് പോലെ നിന്റെ ഭർത്താവ് മാറുക. താങ്ക് ഗോഡ്. നിനക്കൊരു സ്പേസ്, നീ പറയുന്നത് കേൾക്കുവാൻ, നിന്നെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവ് മാറുക. മദ്യത്തിൻ്റെ മണമില്ലാതെ നീ അവനെ കാണുവാൻ പോകുക. മദ്യത്തിൻ്റെ മണമില്ലാതെ അവൻ നിനക്കൊപ്പമായിരിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടല്ലാതെ നിന്റെ ഭാര്യ നിന്നോട് സംസാരിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുക സഹോദര. യേശു നിൻ്റെ അടുക്കലുണ്ട്. നീ ഇഷ്ടപ്പെടുന്നത്, നിൻ്റെ കുടുംബജീവിതത്തിൽ നീ ഇഷ്ടപ്പെടുന്നത് സംഭവിക്കുക. കുഞ്ഞെ പ്രാർത്ഥിക്കുക. നീ ഇഷ്ടപ്പെടുന്നൊരു വിവാഹം കർത്താവ് നിനക്ക് തരിക. പുനർവിവാഹം. യേശുവിൻ നാമത്തിൽ സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായും. നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്, പക്ഷേ വിവാഹം നടക്കുന്നില്ല. ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു. നിൻ്റെ നന്മകളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് ഒരു വിവാഹത്തിലേക്കുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്ന ചിലരുടെ മധ്യത്തിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബജീവിതം, നിന്നെ മനസ്സിലാക്കുന്ന, പണത്തിനും സ്തോത്രം ലോകം വില കൽപ്പിക്കുന്ന പലതിനും അധികമായി നിന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ്. ആമേൻ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുഞ്ഞുമക്കളെ പ്രാർത്ഥിക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റിസൾട്ട് കർത്താവ് തരിക. ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ, ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷേ പരാജയമാണ്. കിട്ടിയതിൽ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് അറുതി വരിക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. മാതാവ് പിതാവ് പ്രാർത്ഥിക്കും. എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. വാക്തത്വത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അമ്മേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകുക, ഡിവോഴ്സുകൾ മാറിപ്പോകുക. കോടതികൾ കയറി ഇറങ്ങി മടുത്ത് കണ്ണുനീരോടെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നവർ ആ കഷ്ടപ്പാടിന് അറുതി വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഭവനത്തിനകത്ത് ജീവിക്കുവാൻ പോകുക. ഇഷ്ടപ്പെട്ട ഭവനം കർത്താവ് തരിക. പ്രാർത്ഥിക്ക്. വാടക വീടുന്ന നിരാശ മാറി, കഷ്ടപ്പാട് മാറി, ഇഷ്ടപ്പെട്ട ഭവനം, ഇഷ്ടപ്പെട്ട വസ്തുവകകൾ, ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. നീ ഇഷ്ടപ്പെടുന്ന ആ ബിസിനസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ ആ കടഭാരത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. ആ ബാധ്യത മാറുക, വഴികൾ തുറക്കപ്പെടുക, ആ കഷ്ടപ്പാടിന് അറുതി വരിക, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക. ചില സ്ഥലങ്ങളിൽ ചിലവരിൽ നിന്ന് സാവകാശം ലഭിക്കുക. ആമേൻ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ ആ കഷ്ടപ്പാടിന് അറുതി, ഇഷ്ടപ്പെട്ടത്, തൃപ്തി നൽകുന്നത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ പോകുക. പിതാവിൻ്റെ പുത്രൻ്റെ പേര് ശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആമേൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭായോഗം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് അവൈലബിൾ ആണ്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ജോയിൻ ചെയ്യുക. അല്ല, നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രൈസർ ഫാമിലി പ്രാർത്ഥിക്കും. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക.
അപ്പോൾ നാളെ പകൽ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.